ഹലോ എല്ലാവരും അടിപൊളിയായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ? നമ്മളിതാ നമ്മുടെ റെസിപ്പീസും കിച്ചൺ ടിപ്സൊക്കെ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഫസ്റ്റ് റെഡിയാക്കാൻ പോകുന്ന ഐറ്റമാണ് പഴംപൊരി. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ദിസ് ഈസ് എ മിനി പഴംപൊരി. അപ്പോൾ നമ്മുടെ നോർമലി പഴംപൊരിയുടെ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് വേണ്ടത്. ഇതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പഴം നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് അരിഞ്ഞിട്ട് അങ്ങനെയാണ് പഴംപൊരി റെഡിയാക്കുന്നത്. അപ്പോൾ സ്ലൈസ് ചെയ്ത പഴം ഞാനിവിടെ 2 പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു പഴം മാത്രം നമുക്കുള്ളെങ്കിലും ഇത് വെച്ച് റെഡിയാക്കിയാൽ അത്യാവശ്യം നമുക്ക് കഴിക്കാനേ ഉണ്ടാവും. അപ്പോൾ സ്ലൈസ് ചെയ്ത പഴം, അതിലേക്ക് മൈദാമാവ്, അതുപോലെ തന്നെ ജീരകം, ഉപ്പ്, ഒരു നുള്ളു പഞ്ചസാര, കുറച്ച് അരിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടുക. അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യുക. സാധാരണ നമ്മൾ ചെയ്യുന്നത് ബാറ്റർ റെഡിയാക്കിയിട്ട് അതിലേക്ക് നമ്മൾ പഴം ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇത് കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ പഴം അരിഞ്ഞിട്ട് അതിലേക്കാണ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് ബാറ്റർ റെഡിയാക്കുന്നത്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ വേണം ഇത് റെഡിയാക്കാനായിട്ട്. അപ്പോൾ അതാ ഞാൻ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ പഴം ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമ്മുടെ മിനി പഴംപൊരി റെഡിയാണ്. പിന്നെ ഈ രീതിയിൽ ചെറിയ സ്ലൈസസ് ആയിട്ട് നമ്മൾ ചെയ്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും. അധികം ഗ്യാസിൻ്റെ ഉപയോഗം അതുപോലെ എണ്ണയുടെ ഉപയോഗം അധികം വേണ്ടി വരത്തില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അത്യാവശ്യം പഴുത്ത പഴം, ഒരുപാട് പഴുത്ത് പോയതല്ല, പക്ഷേ അത്യാവശ്യം പഴുത്ത പഴം തന്നെ യൂസ് ചെയ്യണം. നല്ല ടേസ്റ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ ഒരു കൗതുകമായിരിക്കും. ഇത് ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ലല്ലോ, കൊള്ളാലോ, ട്രൈ ചെയ്ത് നോക്കാനൊരു ആകാംക്ഷ ഉണ്ടാവും കുട്ടികൾക്ക്. പിന്നെ കുട്ടികളുടെ ഫ്രണ്ട്സൊക്കെ വരുമ്പോഴാണെങ്കിലും ഈ രീതിയിൽ തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ മിനി പഴംപൊരിയാണ്. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ, ടാറ്റാ.